നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജലുൻ നാസൽ ഫിത്ർ. ദീൻ ഇസ്ലാം വിജയക്കൊടി പാറിച്ചുകൊണ്ടേയിരിക്കും, ഇസ്ലാം വിജയത്തിലായിക്കൊണ്ടേയിരിക്കുന്നതാണ്. മാ അജ്ജലുൻ നാസൽ ഫിത്ർ, ജനങ്ങൾ നോമ്പ് തുറ ധൃതി കൂട്ടുന്ന കാലത്തോളം. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞതായി കാണാം, നോമ്പ് തുറ നേരത്തെയാക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജയത്തിന് കാരണമാകുമെന്നാണ്. ഇബ്നു ഹജർ അല്ല ഖുർത്തുബി, രണ്ടിലൊരാളാണ്. അദ്ദേഹം പറഞ്ഞായി കാണാം, ഈ ശഈറത്ത് ജനങ്ങളിൽ, ഈ അടയാളം ദീനിൻ്റെ ഭാഗമായ കാര്യം ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയാം, മുസ്ലിം സൈന്യം പലയിടത്തും പരാജയപ്പെടാൻ തുടങ്ങി. ഇന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആൾക്കാർ ബോധപൂർവം ചെയ്യാണ്. എന്ത് ചെയ്യുക? നോമ്പ് തുറയുടെ സമയമായാലും ബാങ്ക് കൊടുക്കൂല. ഈ പല പള്ളിയിൽ, ഇപ്പുറത്ത് തൗഹീദിൻ്റെ പള്ളിയല്ലാത്ത ആൾക്കാർ പള്ളികളൊക്കെ ഈ പ്രശ്നം കാണും. ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഉദയത്തിന് മുൻപ് നോമ്പ് തുറന്നാൽ ഇത് ഹറാം. അസ്തമയത്തിന് മുൻപ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നോമ്പ് തുറന്നാൽ ഹറാം. സൂര്യൻ അസ്തമിച്ച് നോമ്പ് തുറന്നാൽ അത് അനുവദനീയം. സൂര്യൻ അസ്തമിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നോമ്പ് തുറ, അതാണ് അഫ്ളൽ. ഏത് അഫ്ളലായത്? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പ് തുറക്കുള്ള സമയമല്ല, ഉടനെ നോമ്പ് തുറക്കാനാണ്. ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം അത്താഴത്തിന്മേലാണ് ചെയ്യുന്നത്. അത്താഴത്തിന് എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് നേരത്തെ വാങ്ങി കൊടുക്കും. നോമ്പ് തുറക്കോ ഒരു 5 മിനിറ്റ് വൈകിട്ടും കൊടുക്കും. ഇത് ചെയ്യുന്ന ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടം എന്താണ്? സുബ്ഹ് ബാങ്ക് 5 മിനിറ്റ് മുൻപ് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സുബഹി നിസ്കരിക്കും. നിസ്കാരം നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അത് സമയത്തിന് മുൻപ് നിർവഹിച്ചാലുള്ള അവസ്ഥ എന്താ? സ്വീകരിക്കൂല. നിസ്കാരം ബാത്തിലാണ്. ഈ നിസ്കാരം ബാത്തിലാൽ ഈ മുഅദ്ദിൻ്റെ തലക്കാണ് ഈ കുറ്റമുള്ളത്. അയാളെ വിശ്വസിച്ചിട്ടാണ് ഇവർ നിസ്കരിച്ചത്. നോക്കൂ, നിങ്ങൾ ഒരു ഇബാദത്തിന് ഇവിടെ അനാവശ്യമായ സൂക്ഷ്മത കാണിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഇബാദത്ത് ബാത്തിലാവാണ്. നോമ്പിനേക്കാൾ പ്രാധാന്യമുള്ള ഇബാദത്തെ നിസ്കാരം, അതിൻ്റെ സമയമാണ് ഈ മാറിപ്പോകുന്നത്.